जय मसीह की। मेरे जीवन में जब भी कठिनाइयां आती हैं, मैं एक ही बात को सोचता हूँ, मेरा परमेश्वर कहाँ पर बैठा है। मेरा परमेश्वर स्वर्ग के सबसे बड़े सिंहासन में बैठे हैं। आज हम पढ़ने जा रहे हैं स्वर्ग में परमेश्वर के सिंहासन के बारे में। आइए वीडियो में जाते हैं। ദൈവനാമത്തിന് മഹത്വം. परमेश्वर के पवित्र नाम की महिमा हो। രാജവാഴ്ച എന്ന വിഷയത്തിന്റെ 6ാമത്തെ എപ്പിസോഡാണത്. राजकीय शासन का 6वीं एपिसोड है, यहाँ पर चल रहे 1000 ആണ്ട് വാഴ്ച. 1000 साल की शासन। ഈ വിഷയത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നില്ല. इस विषय में कई लोग विश्वास नहीं कर सकता है। വിശ്വസിച്ചാലും ഇല്ല എങ്കിലും സത്യം സത്യമാണ്. अगर लोग विश्वास करे ना करे, लेकिन सच्चाई तो सच्चाई है। സത്യം എപ്പോഴും നിവർന്നു നിൽക്കും. അത് ചായുവാനായി ഒരു ഉദയം കൊടുക്കേണ്ട കാര്യമില്ല. सच्चाई तो हमेशा स्थिर रहता है, वो कभी टेढ़ा मेढ़ा होता नहीं है। ഇതൊരു വലിയ വിഷയത്തിന്റെ പിന്തുടർച്ചയായതുകൊണ്ട് ये एक बड़ा विषय का जो अनुसंधान में चल रहा है, ചില इसीलिए വിഷയങ്ങൾ അത്യാവശ്യമായി ആവർത്തിക്കേണ്ടതായിട്ടുമുണ്ട്. कुछ विषयों को फिर से दोहरा कर बोलना पड़ता है। ബൈബിൾ പറയുന്നു, बाइबल कहता है സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, स्वर्ग परमेश्वर का सिंहासन है, ഭൂമി ദൈവത്തിന്റെ പാദപീഠം. पृथ्वी परमेश्वर का पायासन है। ദൈവരാജ്യത്തിന്റെ തുടർച്ചയായ പഠനമാണിത്. परमेश्वर का राज्य का जो पढ़ाई हम लोग फिर से कर रहा है। പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനാണ് നമ്മുടെ മഹാദൈവം. सारे दुनिया में भरा हुआ है हमारा महान परमेश्वर। കഴിഞ്ഞ 5ാമത്തെ എപ്പിസോഡിൽ വിശദീകരിച്ചിരുന്നത് പോലെ पिछले 5वीं एपिसोड में जैसा बताया था, 103 സങ്കീർത്തനം 19 വാക്യം, भजन संहिता 103 का 19वीं कलाम, ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. परमेश्वर अपना सिंहासन स्वर्ग में स्थिर किया है। തന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. उनका राजत्व सबके ऊपर शासन करता है। ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാറ്റിന്റെയും നിയന്ത്രിതാവ് സർവശക്തനായ ദൈവമാണ്. इस दुनिया में, इस धरती पे जो कुछ भी दिखता है, वो सबका मालिक और शासन करता हमारा परमेश्वर प्रभु यीशु मसीह है। ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തിൽ परमेश्वर की सृष्टि ये ब्रह्मांड को, ഒരു ചെറിയ അണുവോളം ചെറുതാണ് ഈ ഭൂമി. एक छोटा एक अणु का समान है परमेश्वर के दृष्टि में ये पृथ्वी। ഈ ഭൂമിയെയും നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. इस धरती को भी नियंत्रण करने वाला हमारा परमेश्वर है। സദൃശവാക്യം 8ാം അധ്യായം 15-16 വാക്യം വായിക്കുമ്പോൾ, नीति वचन में 15 और 16 कलाम में हम पढ़ता है, ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, मेरे द्वारा राजा लोग शासन करते हैं, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു, प्रभु लोग धार्मिकता का कार्य करता है, ഞാൻ മുഖാന്തരം അധിപന്മാരും പ്രധാനികളും मेरे द्वारा अधिपति लोग और मुख्य लोग, ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. इस धरती का सारा न्यायी लोग अधिकार चलाते हैं। ഇങ്ങനെയാകുന്നു ദൈവത്തിന്റെ വ്യവസ്ഥ. यही परमेश्वर की व्यवस्था है। റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം, रोमियों का पत्री 13 अध्याय की पहला कलाम में, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, परमेश्वर के अलावा कोई भी अधिकार नहीं है, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. जो कुछ भी अधिकार है वो सब कुछ परमेश्वर ने दिया गया है। ആകയാൽ അധികാരങ്ങളോട് മറുക്കുന്നവൻ इसलिए जो अधिकार का सामना करता है, ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. परमेश्वर की व्यवस्था का विरोध करता है। ഭരണാധിപതികളോട് എതിർത്ത് നിൽക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കുമെന്നാണ് അവിടെ जो രേഖപ്പെടുത്തിയിരിക്കുന്നത്. अधिकार लोगों का जो विरोध में कार्य करता है वो दंड पाता है करके वचन में लिखा है। ഇത് ദൈവ നിയമമാണ്. ये परमेश्वर का नियम है। ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ, दानियल की पुस्तक दूसरे अध्याय की 21वीं कलाम में, ദൈവം കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. परमेश्वर समयों को और काल को बदलता है। ദൈവ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. परमेश्वर राजाओं को नियुक्त करता है और उसको निकाल भी देता है। ജ്ഞാനവും ബുദ്ധിയും കൊടുക്കുന്നു. ज्ञान और बुद्धि देता है।
ഭൂമി ദൈവത്തിൻ്റെതാകുന്നു, इस पृथ्वी परमेश्वर का है, തനിക്കും ഇഷ്ടമുള്ളതൊക്കെയും ദൈവം ചെയ്യുന്നു. परमेश्वर अपने इच्छा के अनुसार सब कुछ करता है. ഭൂമിയിൽ ഉന്നതന്മാരുണ്ട്, पृथ्वी पर मुखिया लोग हैं, അവർക്ക് മീതെ ഉന്നതന്മാരുണ്ട്. उसके ऊपर भी सर्वशक्तिमान प्रभु है. ഈ ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായ ഒരു വ്യക്തിയുമുണ്ട്. ये सबके ऊपर एक परमाधिकारी परमेश्वर है. എന്നാൽ ബൈബിൾ പറയുന്നു, ഉന്നതന്മാർക്ക് മീതെ ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. हाँ, परमेश्वर का वचन में लिखा है सारे अधिकारियों के ऊपर परमाधिकारी है, उसके ऊपर परमेश्वर भी कार्य करता है. അത് മഹാദൈവമാണ്. वो हमारा परमेश्वर महान है. രാജ്യങ്ങളുടെ ഭരണാധികാരികൾ इस देश की अधिकारी लोग അവരുടെ ഭരണത്താൽ ഭൂമി മുഴുവൻ അസ്വസ്ഥമാക്കുകയാണ്. उसके शासन के द्वारा सारे पृथ्वी को बेकार कर दिया है. ദൈവം ദീർഘക്ഷമയുള്ളവനായി കാത്തിരിക്കുന്നു. हमारा परमेश्वर दीर्घ दयालु है. ദേശം മുഴുവനും വൃത്തികേടും അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. इस पूरा देश और दुनिया सब बेकार हो गया और मलिनता से भर गया है. വ്യാജവും കളങ്കവും ദുഷ്ടതയും മനുഷ്യന്റെ അധർമ്മവും പെരുകി വരികയാണ്. भ्रष्टाचार, अधार्मिकता, झूठा व्यवस्था सब कुछ बढ़ते जा रहा है. ഭരണാധികാരികളുടെ അധാർമ്മത്യം നിമിത്തം, शासनकर्ता लोगों का भ्रष्टाचार के कारण, മത അധിപന്മാരുടെ ദുർനടപ്പ്, जो धर्म अधिपतियों का जो खराब चाल चलन, എല്ലാവിധമായ അശുദ്ധികളും, सारे प्रकार की अशुद्धता, സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും എന്ന നിലയിലുള്ള വിവാഹബന്ധം, स्त्री स्त्री के साथ और पुरुष पुरुष के साथ जो विवाह संबंध में लगता है, ഹോമോസെക്സ് എന്ന് പറയുന്ന കാര്യമാണ്. होमोसेक्स जो कहता है वही व्यवहार है. ക്രൈസ്തവ നേതാക്കന്മാർ വരെ ഇതിന് അനുവാദം കൊടുക്കുന്നു. मसीह लोग का जो नेता लोग भी इसके लिए अनुमति दिया जाता है. സോദോം ഗോമോറ പോലെ അഗ്നിയാൽ ശുദ്ധീകരണത്തിന്റെ കാലമായി വരികയാണ്. सोदोम और गोमारे के समान एक आग की शुद्धिकरण के समय अभी निकट है. രാജ്യ ഭരണതന്ത്രജ്ഞന്മാരും शासनकर्ता लोग, അധിപന്മാർക്കും अधिपति लोग, സാധാരണക്കാർക്കും साधारण लोग, ദൈവഭയമില്ല. किसी को भी परमेश्वर का भय नहीं. ഭൂവാസികളുടെ ഇടയിൽ ഇനി ഏത് അശുദ്ധിയാണ് ബാക്കിയുള്ളത്? इस एक तरह से बोलेगा तो इस भूवासियों के बीच में कोई तरह की खराबी बात बाकी नहीं है. ഇത് വിവരമുള്ള പല വ്യക്തികളുടെ ചോദ്യമാണ്. एक कई बुद्धिमान लोगों का एक सवाल है. അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ, जो इजाजत नहीं है ऐसा बातें, മനസ്സാക്ഷിയെ വഞ്ചിച്ച് വർദ്ധിക്കുമ്പോൾ अपनी चेतना को छोड़कर जो उसको बंद करते हुए करने का काम, ദൈവം ദേശത്തെ ശുദ്ധീകരിക്കും. परमेश्वर देश को शुद्ध कर देता है. രാജ്യങ്ങളെ ശുദ്ധീകരിക്കും. देशवासियों को शुद्ध करता है. ലോകത്തെ ശുദ്ധീകരിക്കും. इस दुनिया को शुद्ध करेगा. അത് തീ കൊണ്ട് തന്നെ ശുദ്ധീകരിക്കും. वो आग से ही शुद्ध करेगा. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. हमारा परमेश्वर धर्मी परमेश्वर है. ദൈവം തമ്പുരാൻ കരുണയുള്ള ദൈവമാണ്. परमेश्वर दयालु है. എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. लेकिन वो जलने वाला आग भी है. ആർക്ക് ഈ ന്യായാധിപതിയുടെ മുമ്പാകെ നിൽക്കുവാൻ കഴിയും? इस न्याय के सामने कोई भी खड़ा नहीं कर सकता है. ദൈവത്തിന്റെ സിംഹാസനം അഗ്നിജ്വാലയാണ്. परमेश्वर का सिंहासन अग्नि ज्वाला है. ഏത് മനുഷ്യനും അനുതപിച്ച് മാനസാന്തരപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. सारे व्यक्ति लोग मन फिराकर परमेश्वर के पास आने के लिए प्रभु चाहते हैं. പ്രിയ ദൈവജനമേ, വിശുദ്ധൻ തന്നെ വിശദീകരിക്കട്ടെ. प्रियो, जो पवित्र लोग अपने आप को पवित्र करे, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. धर्मी और धर्म का कार्य करे. ദൈവജനത്തിന് അനുതാപവും ശക്തമായ മാനസാന്തരവും ശുദ്ധീകരണവും ആവശ്യമാണ്. परमेश्वर का लोगों को मन फिराना, पवित्रताई, पवित्रीकरण और शुद्धता की बात अनिवार्य है. അതെ, ബൈബിൾ വെളിച്ചത്തിൽ പറയുന്നു, ഇതാ അവൻ വാതിൽക്കൽ നിൽക്കുക. हाँ, परमेश्वर का वचन के आधार पर कहते हैं वो द्वार पर खड़ा है. വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവായ യേശു മധ്യാകാശത്തിൽ എത്രയും വേഗം പ്രത്യക്ഷപ്പെടും. अपना पवित्र लोगों को स्वीकार करने के लिए बादलों पर प्रभु यीशु मसीह जल्दी आने वाला है. തന്നിൽ വിശ്വസിക്കുകയും തന്റെ പ്രമാണം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യാശയാണത്.
प्रभु के ऊपर जो विश्वास करने वाला, उसका वाट जोते रहने वालों का सबसे बड़ा आशा है वो എത്രയും വേഗം കർത്താവ് താൻ ഗംഭീരനാദത്തോടു കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും. जल्दी से जल्दी प्रभु यीशु मसीह तुरही की आवाज के साथ बादलों पर प्रकट होने वाला है. ഇത് രാജാതി രാജാവായിട്ടുള്ള വരുന്ന വരവല്ല. ये राजाओं का राजा करके आने का बात नहीं है. ദൈവസഭയുടെ മണവാളനായിട്ടാണ് വരുന്നത്. परमेश्वर की कलीसिया का दुल्हा करके आ रहा है. കലിശിയ എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് മൂലഭാഷയിൽ എക്ലീഷ്യ എന്ന് പറയും. कलीसिया का जो ग्रीक भाषा में इक्लीसिया करके कहता है. എക്ലീഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ സകല വിശുദ്ധന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. इक्लीसिया करके जो कलीसिया कहता है, दुनिया भर में जितने भी पवित्र लोग हैं उसकी बारे में है. അതിനാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നത്. उसके लिए प्रभु का वचन में लिखा है, मैं जल्दी आने वाला है. കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ ഭൂമിയിൽ സ്ഥാപിതമായ കൃപായുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. प्रभु यीशु मसीह ने के द्वारा स्थापना किया हुआ कृपा युग में हम लोग अभी है. AD 70 യഹൂദന്മാർ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും ചിതറിക്കപ്പെട്ടു. AD 70 में यहूदी लोग दुनिया के सारे जगह पर तितर बितर हो गया. അവരുടെ ലോകത്തിന് തന്നെ അഭിമാനമായിരുന്ന യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടു. इस दुनिया का भी एक अभिमान का कार्य था, जो यरूशलेम की मंदिर वो सत्यानाश हो गया. ബലവത്തായ കല്ലുകളെ കാട്ടാനകളെ കൊണ്ട് ഇരുമ്പ് കലപ്പ് ഉപയോഗിച്ച് ഉഴുതു മറിച്ച് കംപ്ലീറ്റ് ഇല്ലാതെയായി. उसका जो बनाया हुआ बहुत बड़ा पत्थर जो था मनुष्यों से हटा नहीं सकता है, हाथियों को लाकर और लोहे का जो जुआए लगाकर उसको सत्यानाश कर दिया. ലക്ഷോപലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. लाखों लाखों यहूदी लोगों को मार डाला. 1,00,000-ലധികം യഹൂദന്മാരെ അഥവാ ഇസ്രായേലിയരെ അലക്സാണ്ടർ തുറമുഖത്ത് അടിമകളാക്കി കൊണ്ടുപോയി. 1,00,000 से भी ज्यादा यहूदी लोगों को बंदी करके उनको अलेक्जेंडर करके जो जगह पर लेके गया. എന്നാൽ അവരുടെ ഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. उसका जो तितर बितर हो रहा है. 2025 ആണ്ടിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. अभी हम 2025 की साल में प्रवेश किया है. ഏതൊരു ജാതിയനും ഏതൊരു രാജ്യക്കാരനും അറിയാം ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ. दुनिया में रहने वाला किसी भी व्यक्ति को मालूम है आज का इस्राएल की अवस्था क्या है. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി അവർ സ്വന്തം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. दुनिया के सारे देशों से ये यहूदी लोग अपना देश में इस्राएल में वापस आ रहा है. ഭൂമുഖത്ത് ഇസ്രായേലിന് ഒരു രാജ്യമില്ലായിരുന്നു. इस दुनिया में इस्राएल करके एक जगह नहीं था. എന്നാൽ 1948 മെയ് 14 മാസമാണ് ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രം ആയി പ്രഖ്യാപിക്കപ്പെട്ടത്. लेकिन 1948 में मई 14 तारीख को इस्राएल करके एक देश की स्थापना हो गई. ഈ സ്വതന്ത്ര ദിനം ആകാശത്തിൽ കാഹളം മുഴങ്ങി. इस इनकी आजादी का दिन आकाश में तुरहियां फूकी. ബ്ലഡ് മൂൺ വെളിപ്പെട്ടു. रक्त चांदमा वहां पर प्रकट हो गया. 2015 രക്തചന്ദ്രൻ വെളിപ്പെട്ടു. 2015 में भी ये खून का चांदमा प्रकट हुआ था. അത് യുഎസിലും ഇസ്രായേലിലും അടയാളം വെളിപ്പെട്ടു. अमेरिका में और इसराइल में ये प्रकट हुआ था. 2018 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 70ാമത്തെ വർഷമാണ്. 2018 में इसराइल की आजादी का 17वीं साल था. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ തലസ്ഥാനം യെരുശലേമാക്കി മാറ്റി. अमेरिका का प्रेसिडेंट डोनाल्ड ट्रंप ने यरूशलेम इसराइल का राजधानी करके घोषणा किया. അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും എംബസികൾ യെരുശലേമിൽ സ്ഥാപിച്ചു. अमेरिका और दूसरे सब देशों का एम्बसी यरूशलेम में स्थापित किया. ഇസ്രായേൽ രാഷ്ട്രവും യഹൂദന്മാരും ലോകത്തിന്റെ അടയാളമാണ്. इसराइल राज्य और यहूदी लोग दुनिया के लिए एक नमूना है. എന്നാൽ ആ അടയാളങ്ങൾ പ്രധാനമായും ഇസ്രായേലിലും സഭയ്ക്കുമുള്ളതാണ്. लेकिन वो नमूना इसराइल के लिए और कलीसिया के लिए है खास करके. ഇത് പറയുന്നത് ഒരു മഹാരാജാവിനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. इस जो बात बोलता है एक महाराजा को प्रकट कराने के लिए. യേശുവിന്റെ ജനനത്തിന് 600 വർഷങ്ങൾക്ക് മുമ്പും
ഏറെ വ്യത്യസ്ത നൂറ്റാണ്ടുകളിലും പ്രവാചകന്മാർ പ്രവചിച്ചു. प्रभु यीशु मसीह का जन्म होने के 600 साल पहले और कई वर्षों में प्रभु यीशु मसीह का जन्म के बारे में बताया था. അങ്ങനെ യേശുവിന്റെ ജനനം കന്യകയിൽ സംഭവിച്ചു. ऐसा ही प्रभु यीशु मसीह का जन्म एक कुंवारी का द्वारा हो गया. ബേത്ലഹേമിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. बेथलेहम में प्रभु यीशु मसीह का जन्म होने के बारे में पवित्र शास्त्र में लिखा है. വൈജ്ഞാനികൾക്ക് ദൈവം ആ ദർശനം വെളിപ്പെടുത്തി. वैज्ञानिकों को उसके बारे में दर्शन दिया. വാനഗോളത്തിൽ വിശേഷ ശോഭയേറിയ നക്ഷത്രമായി ഒരു നക്ഷത്രത്തെ വെളിപ്പെടുത്തി. आकाश मंडल में बहुत चमकते हुए तारों के बीच में एक तारे के समान उसको दर्शाया. അത് ഭൂമിയിൽ രാജാവായി വാഴേണ്ട രാജാവിന്റെ ജന്മ നക്ഷത്രമാണ്. वो धरती पर राजा करके राज करने वाला राजा के बारे में उस तारा दिखाता है. അതുകൊണ്ട് വിദ്വാൻമാർ വളരെ സന്തോഷിച്ചു. इसीलिए वैज्ञानिक लोग बहुत खुश हो गया. ശിശുവിന്റെ അടുക്കൽ വന്ന് പൊന്നും മൂരു കുന്തിരിക്കം ഇവ കാഴ്ചവെച്ചു. प्रभु यीशु मसीह का जो बच्चे को उनके सामने आकर उनको मोर लोबान सब कुछ उसने समर्पण किया. പൊന്ന് യേശുവിന്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. सोना प्रभु यीशु मसीह का राजा के बारे में दिखाता है. മൂര് പ്രവാചകനെ കാണിക്കുന്നു. मोर जो है उसका भविष्यद्वक्ता है के रूप में बताता है. കുന്തിരിക്കം യേശുവിന്റെ പൗരോഹിത്യത്തെ കാണിക്കുന്നു. लोबान परमेश्वर का जो याजक महायाजक के बारे में बताते हैं. ഇത് മൂന്നും ഉന്നത അധികാരമുള്ള വ്യക്തിത്വത്തിന്റെ അടയാളമായിട്ടാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ये तीनों बात जो ऊंचा अधिकार पद लगने वाला प्रभु के बारे में बताते हैं. യേശുവിന് 33 വയസ്സ് കഴിയുന്നു. प्रभु यीशु मसीह का 33.5 साल पूरा होने पर ബൈബിൾ പ്രവചന പ്രകാരം താൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്. पवित्र वचन के आधार पर प्रभु यीशु मसीह क्रूस पर बलि होने के लिए जा रहा है. യേശു ക്രിസ്തു മാനവരാശിയുടെ പാപ പരിഹാര ബലിയായി തീരാൻ പോവുകയാണ്. प्रभु यीशु मसीह सारे मानव जाति का पाप का निवारण के लिए बलि हो रहा है. ഗെത്സമനയിൽ അവിടെ പച്ച പൈൻമര കുരിശിൽ തന്നെ തറച്ചു. गेत्सेमना की वाटिका में एक क्रूस पर प्रभु यीशु मसीह को लटकाया गया. കാര്യം ബാണികളാൽ തറയ്ക്കപ്പെട്ടു. उसके पावों पर और पैरों पर किल्ला लगाया. ശിരസിൽ മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി പടയാളികൾ അടിച്ചു താഴ്ത്തുകയായിരുന്നു. उनके सिर पर कांटे का मुकुट बनाकर के सिपाही लोगों ने उसको जोर से दबा दिया. ഇത് മനുഷ്യന് ചെയ്യാവുന്നതായ ശിക്ഷയുടെ കാര്യങ്ങളാണ് ചെയ്തത്. जो मनुष्य के द्वारा जो शिक्षा देने का उसके बाद प्रभु यीशु मसीह को कर दिया. എന്നാൽ യേശുവിൽ ഒരു പാപവുമില്ലായിരുന്നു. लेकिन प्रभु यीशु मसीह ने कुछ भी पाप नहीं किया था. ശിക്ഷയ്ക്കോ മരണത്തിനോ ഉള്ള യാതൊന്നും തന്നില്ലായിരുന്നുവെന്ന് പ്രഭുക്കന്മാരും രാജാക്കന്മാരും നാടുവാഴികളും ഒക്കെ പ്രസ്താവിച്ചതാണ്. दंड के लायक होने के लिए उनके कोई भी पाप नहीं था. उसने कोई भी गलत काम नहीं किया था. അങ്ങനെ ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിയോടുകൂടെ ക്രൂശിൽ പ്രാണനെ വിടുന്നു. एलोही एलोही लम्मा शबक्तानी करके बहुत बड़ा जोर से चिल्लाकर प्रभु यीशु मसीह अपना प्राण को त्याग दिया. ഇസ്രായേലിലെ രാജാവായി വാഴേണ്ടവനാണ് ക്രൂശിക്കപ്പെട്ടത്. इस्राएल का राजा करके शासन करने वाला है क्रूस पर लटकाया गया. ആ ക്രൂശിൽ 3 ഭാഷകളിൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്ന് പ്രസിദ്ധം ചെയ്തിരുന്നു. उस क्रूस के ऊपर 3 भाषाओं में प्रभु यीशु मसीह यहूदियों का राजा है करके लिखा गया था. ഇപ്പോൾ ഈ പറയുന്നതിന്റെ മാർമികമായ അർത്ഥം अभी ये जो बोलता है इसका जो खास अर्थ ഇസ്രായേലിലും സഭയ്ക്കും ദൈവം പ്രധാന ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. इस्राएल को और कलीसिया को परमेश्वर ने कुछ चिन्ह दिखाया है. ജന്മം കൊണ്ട് അടയാളങ്ങളുണ്ട്. उसका जन्म का जो चिन्ह है. ഇതാ ക്രൂശിലെ മരണം അവസാനം വരുമ്പോൾ അവിടെയും അടയാളങ്ങൾ കാണിക്കുക. क्रूस पर जो उनका मृत्यु होता है वहां पर भी कुछ चिन्ह होता है. യെരൂശലേം ദേവാലയം ആടി ഉലയുന്നു. यरूशलेम जो मंदिर है वो एकदम डगमगाता है. അതിന്റെ അർത്ഥം അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി. इसका मतलब ये है वहां पर धरतीकंप हुआ. 3 മണിക്കൂറോളം അന്ധകാരം കൂരുകൾ ഉണ്ടായി. 3 घंटे तक बहुत बड़ा अंधियारा छा गया. പാറകൾ പിളർന്നു മാറി. चट्टाने खुल गया. കല്ലറകൾ പലതും തുറന്നു. कई कब्रस्तानों में कब्रें खुल गया. ഇത് ഇസ്രായേലിലെ രാജാവിന്റെ ആദ്യത്തെ മനുഷ്യാവതാരത്തിന്റെ ഒടുക്കം സംഭവിച്ച അടയാളങ്ങളാണ്.
യേശു സാക്ഷാൽ ദൈവമാണ്. प्रभु यीशु मसीह सच्चा प्रभु है। യേശു സാക്ഷാൽ രാജാവാണ്. यीशु मसीह सच्चा राजा है। ഒന്നുകൂടെ പറഞ്ഞാൽ രാജാതി രാജാവാണ്. और भी बोलेगा तो वो राजाओं का राजा है। അതിനു മുമ്പ് മാനവരാശിയുടെ രക്ഷകന് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്നു. उससे पहले परमेश्वर ने मानव जाति का उद्धार के लिए कालवरी पर बलि हो गया। അങ്ങനെ അവസാന നിമിഷങ്ങളും പ്രകൃതി മുഴുവനും അടയാളങ്ങളെ കൊണ്ട് നിറഞ്ഞു. उनके आखिरी समय में सारे दुनिया में प्रकृति चिन्ह दिखाया। മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. कई लोग मृतों के बीच में से जी उड़ा। 40 ദിവസത്തോളം മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. वो 40 दिन तक लोगों को प्रकट होते പിന്നെ रहा। സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. फिर स्वर्ग में उठा लिया गया। ഇതെല്ലാം അടയാളങ്ങളാണ്. ये सब कुछ चिन्ह है। പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നത് ഞങ്ങൾ ദൃക്സാക്ഷികളല്ല. लेकिन सदियों से पहले जो घटनाएं हुआ है उनका हम लोग अपना नजर से नहीं देखा है। പരിശുദ്ധാത്മാവിനാൽ എന്നാൽ അത് അതുപോലെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. लेकिन पवित्र आत्मा के द्वारा इस घटनाओं को पूरा पूरा बाइबल में लिखा गया है। ഇന്നത്തെ അവസ്ഥ സഭ സ്വർഗീയ കാഹളത്തിന് കേൾക്കുവാൻ കാത്തിരിക്കുന്നു. आज की कलीसिया जो तुरही का आवाज सुनने के लिए वाट जोते रहता है। സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത മെസ്സിയ സ്വർഗത്തിൽ പോയതുപോലെ തന്നെ വീണ്ടും വന്ന് വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളും. स्वर्ग में उड़ा लिया गया हुआ परमेश्वर प्रभु यीशु मसीह जैसा ही कहा था वैसा ही बादलों पर आकर अपना लोगों को ले लेगा। അങ്ങനെ തന്റെ വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിലായിരിക്കും. ऐसा ही अपना पवित्र लोग परमेश्वर के साथ स्वर्ग स्थल में रहेगा। ഈ ഭൂമിയിൽ അപ്പോൾ മഹാപീഡനമായിരിക്കും. इस धरती पर उस समय महा उपद्रव का समय होगा। വലിയ കഷ്ടകാലമായിരിക്കുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. वो बहुत बड़ा मैरी का समय होगा करके पवित्र शास्त्र में लिखा है। ഇന്ന് ഇസ്രായേലും സമീപ രാജ്യങ്ങളൊക്കെയും അതിശക്തമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. अभी इस समय में इसराइल और पूरे दुनिया का देशवासियों बहुत बड़ा युद्ध में लगे रहेगा। ഇസ്രായേലിനെയോ സമീപ രാജ്യങ്ങളെയോ രാജാക്കന്മാരെയോ അധികാരികളെ കുറിച്ച് പേരെടുത്ത് പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ മടിക്കുക. इसराइल के नहीं तो उसके आसपास की देश की अधिपतियों के बारे में नाम लेकर बोलने का तो इच्छा है लेकिन बोलना नहीं चाहते हैं। അത് പശ്ചിമേഷ്യ എന്നുള്ള വാക്കിൽ ഒതുക്കുക. वो मध्य पूर्व एशिया करके यहाँ पर बंद करता है। അവിടെ ഇടപെട്ടുണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ള യുദ്ധം वहां पर जो लगातार होते रहता है लड़ाइयां മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്ന് അനേകർ വിശ്വസിക്കുക. वो एक तीसरा विश्व युद्ध के लिए ये लड़ाइयां जाएगा करके सभी लोग विश्वास करते हैं। എന്നാൽ ഈ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ लेकिन ये जमाना ऐसे बढ़ते जाते समय ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന ചുറ്റുമുള്ള രാജ്യങ്ങൾ इसराइल को जो पीड़ा देते हैं उनके आजू बाजू के सब देश लोग ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റത്തക്കവണ്ണം പ്രവർത്തിക്കും. इसराइल को इस दुनिया से भी उनका नाम निशानी मिटा देने के लिए कार्य कर रहा है। അപ്പോൾ ഇസ്രായേലിലെ സകല യഹൂദന്മാരും സകല ഇസ്രായേലും വാവിട്ട് നിലവിളിക്കും. तब सारे यहूदी लोग जो सब एक छोड़कर एक प्रभु से रोकर चिल्लाएगा। അപ്പോൾ യേശുവും തന്റെ സഭയായ വിശുദ്ധന്മാർ സ്വർഗ്ഗത്തിൽ ഭൂമിയിലേക്ക് വരും. तब प्रभु यीशु मसीह अपना पवित्र लोग जो कलीसिया है उसके साथ स्वर्ग से उतर आएगा। അതിന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. वो पवित्र शास्त्र में लिखा है ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ये अब देखो वो बादलों पर आ रहा है। ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും കാണും. हर एक नजर और उसको बेदा हुआ लोग भी उसको देखेगा। ഇത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ये परमेश्वर प्रभु यीशु मसीह का दूसरे आगमन का जो बात है ഇത് മഹത്വ പ്രത്യക്ഷത എന്ന് പറയും. इसको जो महिमा का प्रकट होने का बात कहता है। ഇവിടെ വേറൊരു മർമ്മം പറയാൻ ആഗ്രഹിക്കുന്നത് यहाँ पर एक खास बात ये बताना चाहते हैं ദൈവത്തിന്റെയും ദൈവത്തിന് സൃഷ്ടികളായ ദൂതന്മാരായ അഥവാ മാലാഖമാരുടെയും യാത്ര ഉപയോഗിക്കുന്നത് മേഘവാഹനമാണ്. परमेश्वर का और परमेश्वर का दूत लोग जो है उनका सवारी के लिए बादल को इस्तेमाल करता है। പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മേഘം എന്ന് പറയുന്നത് ദൈവത്തിന് യാത്രാവാഹനമായിട്ടാണ്. पर पुराना नियम में जो लिखा गया है परमेश्वर का सवारी के लिए बादल को इस्तेमाल करता था। എന്നാൽ പുതിയ നിയമത്തിലും യേശുവിന്റെ വരവ് മേഘത്തേരിലാണ്.
अभी नया नियम में भी प्रभु यीशु मसीह का आमद जो है जो बादल का रथ में है। എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഈ പരസ്യപരം എന്ന് പറയുന്നതും മേഘത്തേരില്ല. परमेश्वर जो जहर में आता है वो भी बादलों पर है। നമ്മൾ നിസ്സാരമെന്ന് കാണുന്നതായ കുഞ്ഞു കുഞ്ഞു മേഘമല്ല ഇത്. हम जो देखता है हमारे नजर के सामने छोटा छोटा जो बादल वो नहीं है, വളരെ ശക്തിയേറിയ വലിപ്പമേറിയ ബലവത്തായ മേഘമാണത്. बहुत बड़ा प्रभावशाली सामर्थ्यशाली बादल है। അതുകൊണ്ട് ഒരു ഭക്തൻ ഇപ്രകാരം പാടി, इसलिए एक भक्त ने ऐसा गीत गाया, ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിൽ എന്ന് വരും. इस्राएल का परमेश्वर बादलों का रथ पर कब आएगा? അതാ യേശു മേഘത്തേരിൽ വരികയാണ്. वो प्रभु यीशु मसीह बादलों का रथों पर आ रहा है। ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരെയും കൊണ്ട് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരികയാണ്. इस पृथ्वी से उड़ा लिया गया हुआ करोड़ों करोड़ों पवित्र लोगों के साथ बादलों पर प्रभु यीशु मसीह आ रहा है। അങ്ങനെ ഈ ഭൂമിയിൽ കർത്താവ് രാജസിംഹാസനം സ്ഥാപിക്കും. ऐसा ही प्रभु यीशु मसीह इस धरती पर अपना राजा का सिंहासन की स्थापना करेगा। ഇവിടെ യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ആ കാലത്ത് യെരുശലേമിന് മഹാസിംഹാസനം എന്ന് പേരാകും. यिर्मयाह की पुस्तक में ऐसा लिखा गया है, ये इस्राएल को जो महाराजा का सिंहासन ऐसा बोलेगा। മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 35-ാം വാക്യം, मत्ती सुसमाचार 5वें अध्याय की 35वीं कलाम, യെരുശലേം മഹാരാജാവിന്റെ നഗരം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. यरूशलेम महाराजा का शहर करके लिखा गया। യെഹെസ്കേൽ പുസ്തകം 5-ന്റെ 5-ാം വാക്യത്തിൽ यहेजकेल पुस्तक की 5 की 5वीं कलाम में ഇത് യെരുശലേമാകുന്നു, ये यरूशलेम है, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു. मैं उसको जातियों के बीच में रखा है। പക്ഷി ചുറ്റിപ്പറന്ന് കാവൽ ചെയ്യുന്നത് പോലെ ദൈവം യെരുശലേമിനെ കാവൽ ചെയ്യും. पक्षी अपना बच्चों को जैसे घेर कर रक्षा करता है, वैसा ही में यरूशलेम को घेर कर रक्षा करेगा। യഹോവയായ ദൈവം തന്നെ യെരുശലേമിന് ചുറ്റും അഗ്നിമതിലായിരിക്കും. प्रभु परमेश्वर यरूशलेम के चारों ओर धधकते हुए आग के समान उसका संरक्षण करेगा। യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം यहेजकेल की पुस्तक 38 का अध्याय में 19 മുതൽ 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ 19 से 22 कलाम में हम पढ़ते हैं, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവിടെ ഹൃദയഭാഗത്ത് അതിശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായതിനെ കുറിച്ചാണ്. इसराइल के मध्य भाग में एक प्रभावशाली धरती कंप हुआ, उसके बारे में लिखा है। പ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുന്നു, भविष्यद्वक्ता यहाँ पर कहते हैं, അതിന് 19-22 വാക്യം വായിക്കുമ്പോൾ അന്നാളിൽ നിശ്ചയമായി യെരുശലേമിൽ ഭൂകമ്പം ഉണ്ടാകും. उसका 19 से 22 कलाम में लिखा गया है, उस समय यरूशलेम में निश्चित रूप से धरती कंप होगा, മലകൾ പർവ്വതങ്ങൾ വീഴും, पहाड़ और जो सारे ऊंचा जगह गिर जाएगी, മഹാമാരി കൽമഴ ഉണ്ടാകും, बहुत बड़ा पत्थर का मारी होगा, രക്തം തീയ് ഗന്ധകം ഇവയെല്ലാം മുകളിൽ നിന്ന് വീഴും, रक्त आग और गंध ऊपर से आएगा, അങ്ങനെ ജാതീയ പടക്കൂട്ടങ്ങൾ വീഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. और जातियों का सेना भी गिर जाएगा करके वहां पर लिखा है। അതിഭയങ്കരമായ യുദ്ധത്തിന്റെ അവസാനം അതിഭയങ്കര युद्ध का आखिरी समय में ദൈവ സന്ദർശിക്കുന്ന ഒരു ഭയങ്കരമായ പ്രതിക്ഷോഭമാണത്. परमेश्वर का जो भेजा हुआ एक बहुत बड़ा प्रकृति स्तंभ है। ഇസ്രായേലിനെ തകർക്കുന്ന സകല ജാതികളെയും നിർമൂലമാക്കുന്ന ഒരു ഭൂകമ്പം കൂടെയാണ്. इसराइल को विरोध करने वाला सारे दुनिया की लोगों को सत्यानाश करने का एक घटना भी है। അങ്ങനെ കർത്താവ് യെരുശലേമിലേക്ക് വരും. ऐसा प्रभु यीशु मसीह यरूशलेम पर आएगा। ഇത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഈ ഭൂകമ്പത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. प्रकाशित वाक्य 16 अध्याय में इसके भूकंप के बारे में लिखा गया है। ഇതിന്റെ സെയിം ആവർത്തനം പോലെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. इसका जो पुनरावर्तन करके वहां पर लिखा गया है। അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു യെരുശലേമിൽ ദൈവരാജ്യം സ്ഥാപിക്കും.
प्रभु यीशु मसीह यरूशलेम में परमेश्वर का राज्य की स्थापना करेगा। അവിടെ സിയോൻ പർവ്വതം അതിമനോഹരമായ ഒരു പർവ്വതമാണ്. वहां पर सियोन पहाड़ एक सुंदर पहाड़ है। അതിന് ദാവീദിന്റെ പട്ടണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. उसका दावीद का शहर करके लिखा गया है। ദാവീദ് സിംഹാസനം പണിത് ഇസ്രായേലിനെ വാണരുളിയത് ആ സിയോൻ പർവ്വതത്തിലാണ്. दाऊद अपना सिंहासन बनाकर राज्य किया था उस पहाड़ में था। അത് താഴ്വരയുടെ ഒരു ഭാഗമാണ് മോറിയ മല. उसका तराई में है मोरिया की पहाड़। മോറിയ മല സിയോൻ പർവ്വതത്തിന്റെ തുടക്കമാണ്. मोरिया पहाड़ जो सियोन पहाड़ की शुरुआत है। അനേക പർവ്വത നിരകൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു പർവ്വതമാണ് സിയോൻ പർവ്വതം. वहां पर जो बहुत सारे पहाड़ों से भरा हुआ एक सुंदर पहाड़ है सियोन पहाड़। അവിടെ കർത്താവ് മോറിയ മലയിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കും. वहां पर इस मोरिया पहाड़ में परमेश्वर अपना सिंहासन रखेगा। അപ്പോൾ തന്നെ അവിടെ ഒരു മനോഹരമായ ദൈവാലയം പണിയും. वहां पर एक सुंदर मंदिर भी बनाएगा। അവിടെ സിംഹാസനം സ്ഥാപിച്ച് വാണരുളുന്നതിന് മുമ്പ് वहां पर सिंहासन रखकर हालेलुया शासन करने से पहले വെളിപ്പാട് പുസ്തകം 19 അധ്യായം 20 വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. प्रकाशित वाक्य 19 अध्याय की 20वीं कलाम हमारे ध्यान में लाए। മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളഞ്ഞു എന്നാണ്. वो पशु उसके साथ वो जुड्डा भविष्यद्वक्ता पकड़ा गया जिसने उसके सामने ऐसे चिन्ह दिखाए थे जिनके द्वारा उसने उनको फरमाया जिन पर उस पशु की छाप थी और उसकी मूर्ति की पूजा करते थे। ये दोनों जीते जी उस आग की झील में जो गंधक से जलती है डाले गए। ഭൂമിയെ ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച उस पृथ्वी को शासन करके बेकार करके सत्यानाश किया। എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളുകയാണ്. झूठा भविष्यद्वक्ता और मसीह विरोधी को पकड़कर आग की झील में डाल देता है। അതിനടുത്തതായി കാണുന്നത് उसके बाद में 20 അധ്യായം 1 വാക്യം 2 വാക്യം 20वीं अध्याय उसका पहला और दूसरा कलाम। അനന്തരം സ്വർഗത്തിൽ ദൂതൻ അഗാധത്തിന് താക്കോലും വലിയ ചങ്ങലയുമായി സ്വർഗത്തിൽ ഇറങ്ങി വരികയാണ്. फिर मैंने एक स्वर्ग दूत को स्वर्ग से उतरते देखा जिसके हाथ में अथाह कुंड की कुंजी और एक बड़ी जंजीर थी। ഉന്നത അധികാരമുള്ള ഒരു ദൂതനാണ്. बहुत बड़ा अधिकार रखने वाला एक दूत है। അവൻ ചെയ്യുന്നത് वो ऐसा करता है പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിടുന്നു. उसने उस अजगर अर्थात पुराने शाम को जो इबलीस और शैतान कहता है पकड़कर 1000 वर्ष के लिए बांध देता है। നരക സ്ഥലങ്ങളിൽ ഒരു പാർട്ടാണ് അഗാധകൂപം. नरक स्थल में एक भाग है अदा कुंड। അത് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട്. അത് തന്നെയാണ്. वो इसमें आपको देख सकता है। അങ്ങനെ സാത്താന്യ മൂർത്തികളെ മൂവരെയും പാതാളത്തിൽ ബന്ധിക്കുന്നു. ऐसा जो शैतान की तीनों मूर्तियों को अदा कुंड में नरक में डाल देता है। ഈ ഭൂമിയിൽ ജയിലുകൾ ഉള്ളതുപോലെ इस धरती में जैसा बंदी गृह है സ്വർഗത്തിലെ ദൈവം തമ്പുരാന്റെ കാര്യപരിപാടികൾക്ക് വേണ്ടി परमेश्वर का व्यवहार के लिए സാത്താന്യ ശക്തികളെ ബന്ധിക്കുന്ന ജയിലുകളാണ് ഈ പാതാള സ്ഥലങ്ങൾ. शैतान की शक्तियों को बंद करके डालने के लिए ये नरक स्थल बनाया है। അതിനുശേഷം ഭൂമിക്ക് ഒരു ശുദ്ധീകരണമുണ്ട്. उसके बाद में इस पृथ्वी को परमेश्वर शुद्ध करता है। അതിനെ തുടർന്ന് കർത്താവായ യേശു രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഭരണം നടത്തും. उसके बाद में प्रभु यीशु मसीह राजाओं का राजा करके इस धरती पर राज करेगा। ക്രിസ്തുവിന്റെ 1000 ആണ്ട് നീണ്ടു നിൽക്കുന്ന ആ ഭരണകാലം मसीह का 1000 साल के उस शासन के समय में ക്രിസ്തുവിന്റെ ഭരണത്തിന് എതിരായി ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. मसीह के शासन के विरोध में कोई भी शक्ति को कुछ भी नहीं कर सकता है। ആ അധികാരിയായിരുന്ന രാജാവിന്റെ വായിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കം പോലെ വാക്കുകൾ പുറത്തേക്ക് വരും. उस राज करने वाला महाराजा के मुंह से जो बिजली और महाशब्द निकलता है। ഇസ്രായേൽ മാത്രമല്ല മുഴു ലോകത്തിലെ മനുഷ്യരും കർത്താവിന് ഭയപ്പെടും. इसराइल केवल नहीं दुनिया भर के लोग परमेश्वर को भय मानेगा। ഇസ്രായേലിൽ കർത്താവ് യേശുവിന്റെ രാജഭരണത്തിന് തടസ്സമായി ഒരു സാത്താന്യ ശക്തി ഉണ്ടായിരിക്കുകയില്ല.
इसराइल में महाराजा करके परमेश्वर का शासन के विरोध में कोई भी शैतान की शक्ति कार्य नहीं करेगा। അവിടെ പാതാള സ്ഥലങ്ങളിൽ ദുരാത്മാക്കളെ വിവിധ നിലകളിൽ പലയിടങ്ങളായി ബന്ധിച്ചിരിക്കുന്നു. दुरात्माओं को अधोलोक में कई जगह पर तो बांध कर डाल दिया है. പഴയ പാമ്പെന്ന് വിശേഷിപ്പിക്കുന്ന മഹാസർപ്പമായ ലൂസിഫറിനെ അഗാധ കൂപം ബോട്ടംലെസ് പിറ്റിൽ ബന്ധിച്ചിരിക്കുന്നു. महासर्प करके जो कहा गया है, अजगर जो इबलीस शैतान को वहां पर बांध के डाल दिया गया. എന്നാൽ കർത്താവായ യേശുവും തന്റെ വിശുദ്ധന്മാരുമായ നമ്മൾ ഒരുമിച്ച് ഈ ഭൂമിയെ ഭരിക്കും. प्रभु यीशु मसीह और हम जो कलीसिया का अंग है, हम लोग इस दुनिया को शासन करेगा. ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളെയും ഭരിക്കുന്നത് ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ ഭക്തന്മാരാണ്. आकाश के नीचे के सारे पृथ्वी पर शासन करने वाला परमेश्वर का पवित्र लोग अपना कलीसिया है. ഇന്ന് ബലഹീനരായിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. आज बहुत कमजोर है हम लोग, അന്ന് ബലവാന്മാരായിരിക്കും. लेकिन उस दिन शक्तिशाली होगा, ബുദ്ധിമാന്മാരായിരിക്കും, बुद्धिमान होगा, ജ്ഞാനമുള്ളവരായിരിക്കും, ज्ञान रखने वाला होगा, പരിജ്ഞാനമുള്ളവരായിരിക്കും, विवेकवान होगा, ഏത് കാര്യത്തിനും ശക്തന്മാരായിരിക്കും, सारे बातों के लिए शक्तिशाली होगा, ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകമുള്ളവരായിരിക്കും. परमेश्वर का खास अभिषेक किया होगा. നാം അന്ന് സ്വർഗീയ പൗരന്മാരായി ഈ ഭൂമിയെ ഭരിക്കുക. हम स्वर्गीय नागरिक करके इस दुनिया के ऊपर राज करेगा. രാജ്യങ്ങളുടെ പട്ടണങ്ങളെ ഭരിക്കുവാൻ അധികാരം നൽകും. देश को और शहरों को राज करने के लिए अधिकार मिलेगा. ഗ്രാമാന്തരങ്ങൾ ഭരിക്കുവാൻ അധികാരങ്ങൾ നൽകും. गांव गांव को शासन करने का अधिकार मिलेगा. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരിക്കുവാൻ പ്രത്യേകമായ അധികാരങ്ങൾ നൽകും. पंचायत और म्युनिसिपालिटी को शासन करने का अधिकार मिलेगा. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അനുയോജ്യമായ ഭരണ സംവിധാനങ്ങൾ കൊടുക്കും. परमेश्वर का भक्त लोगों के उसके व्यवस्था के अनुसार जो शासन करने का अधिकार मिलेगा. എന്നാൽ അവിടെ ഭരിക്കുന്നത് ആരൊക്കെയാണ്? लेकिन वहां पर जो शासन करने वाला कौन कौन रहेगा? അവിടെ വാഴുന്നത് ആരൊക്കെയാണ്? वहां पर शासन करने वाला अधिपति लोग कौन है? ഒന്നാമത് ഇസ്രായേൽ ഗോത്രം 12 കർത്താവ് ചുമതലപ്പെടുത്തും. इस्राएल का 12 गोत्र को उसके लिए अधिकार देगा. യേശു പറഞ്ഞു, प्रभु यीशु मसीह ने कहा था, ശിഷ്യന്മാരോട് നോക്കിക്കൊണ്ടാണ് പറയുന്നത്, अपना चेले लोगों को देखकर कहा നീ था, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്ന ന്യായാധിപന്മാരായി തീരും. इस्राएल के 12 गोत्र को न्याय करने वाला न्यायाधीश होंगे तुम लोग. 12 ശിഷ്യന്മാരോടാണ് പറയുന്നത്. 12 चेले लोगों से प्रभु यीशु मसीह कहते हैं. ആ 12 ശിഷ്യന്മാരോട് പറയുന്നതിനുള്ള മുമ്പിൽ ഇസ്രായേൽ ഗോത്രം 12 ഭരിക്കുന്ന നാട്ടുരാജാക്കന്മാരായിരിക്കും. ये चेले लोग प्रभु यीशु मसीह का शिष्य लोग 12 गोत्र को शासन करने वाला राजा भी होगा. പഴയ ഭക്തന്മാരും ഇതിനകത്ത് ശ്രേഷ്ഠന്മാരായി ഭരിക്കുന്നവരായി ഉണ്ടായിരിക്കും. पुराना नियम की जो भक्त लोग भी यहाँ पर शासन करने वाला होंगे. ഒന്നുകൂടെ പറയുമ്പോൾ और बोलेगा तो ഇസ്രായേലിന് പുറത്തുള്ളതായ അനേക രാജ്യങ്ങളുണ്ട്. इसराइल के बाहर भी कई लोग देशवासियां हैं. ആ രാജ്യങ്ങളുടെ മേലും അധികാരം കർത്താവ് ഏൽപ്പിക്കും. उस देश के लोगों के ऊपर भी अधिकार परमेश्वर ने दे देगा. സഭ ഈ ലോകത്തെ ഭരിക്കും. कलीसिया इस दुनिया को शासन करेगा. ഇന്ന് ഉപദ്രവിക്കുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. आज उपद्रव करता है, पीड़ा करता है और मार भी डालता है. ബൈബിൾ പറയുന്ന പോലെ ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കുകയാണ്. अगर एक चेहरा पे एक भाग पर मारेगा तो दूसरा भाग भी उसको दिखाना करके लिखा है. അത് ഈ കൃപായുഗത്തിൽ നടക്കുന്ന കാര്യമാണ്. इस कृपायुग में इस बात होता है. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. लेकिन प्रभु यीशु मसीह महाराजा करके शासन करने का सभा में हम लोग राजा और याजक लोग करके शासन करेगा. ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ इसके बाद में जो होने वाला बातें അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. अगले एपिसोड में हम लोग विचार करेंगे. നമ്മൾ ചിന്തിച്ചു പോരുന്ന വിഷയങ്ങൾ, हम जो विचार करते आ रहा है विषय, ഒരു രാജാവ് നീതിയോടുകൂടെ ഈ ഭൂമിയെ ഭരിക്കും. एक राजा धार्मिकता के साथ इस धरती को राज करेगा. അത് സ്വർഗത്തിലെ ദൈവം രാജാവായി ഭരിക്കുന്ന രാജ്യമാണ്. वो परमेश्वर प्रभु यीशु मसीह राजा करके राज करने का समय है. അതാണ് ദൈവരാജ്യം. वही परमेश्वर का राज्य है. ഇവയെക്കുറിച്ച് സംശയമുള്ളവരും വിശ്വസിക്കാത്തവരും ധാരാളമുണ്ട്. इसको संदेह करने वाला और
इसके बारे में सवाल उठाने वाले बहुत है। ബൈബിൾ ക്രമീകൃതമായിരിക്കുന്നതായ ഭരണ സംവിധാനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. परमेश्वर का पवित्र वचन जो क्रमीकृत और इसमें जो बिताया सारे बातें सच्चाई है। ഇത് പഠന രീതിയിൽ കേൾക്കുന്നവർ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരും. ये पढ़ने के लायक के रूप में जो सुनने वालों के लिए ये अनुग्रह के बात बनेगा। ഇതിനെ തുടർന്നുള്ള ഭാഗം इसके जो बाद में जो बात है അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. अगले एपिसोड में हम विचार करेंगे। ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर सबको आशीष करे।